തിരുവചനം തിരുമധുരം എന്ന പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർഷം സ്വാഗതം. പ്രാർത്ഥനയുടെ ശുശ്രൂഷ ആരംഭിക്കാം. സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഞങ്ങളുടെ ദിവാത്സല്യമായ സ്വർഗ്ഗസ്നാഥ, അടികളെ എത്രത്തോളം വഴി നടത്തിയ നന്മകൾക്കായ നന്ദിയോട് സ്തോത്രം കർത്താവേ. ഞങ്ങളുടെ കൃപയുടെ സാന്നിധ്യത്തിൽ ഈ ദിവസങ്ങൾ എത്രയും ഈ വർഷത്തിൻ്റെ ഓരോ നിമിഷവും നീ ഞങ്ങളെ കാത്തുരുവച്ചവൻ കൃപകൾക്കായ നന്ദിയോട് സ്തോത്രം. ആപത്ത് അനാരോഗ്യത്തിൻ്റെ മധ്യത്തിലും പ്രയാസ പ്രതികൂല സാഹചര്യങ്ങളുടെ മധ്യത്തിലും കർത്താവെ അങ്ങയുടെ കൃപയും സാന്നിധ്യം ഞങ്ങളെ ഓരോരുത്തരെയും ഓരോ നിമിഷവും നിലനിർത്തുന്നവൻ കൃപകൾക്കായ നന്ദിയോട് സ്തോത്രം കർത്താവേ. ഈ സമയത്ത് അടികളെ നിൻ്റെ കരങ്ങളെ സമർപ്പി നിർത്താവേ. എൻ്റെ ശ്രേഷ്ഠ കൃപ അടികളോട് കൂടുണ്ടായിരിക്കുന്ന പ്രാർത്ഥിക്കുന്നത് എന്ന ശുശ്രൂഷ അങ്ങയുടെ കരങ്ങളെ സമർപ്പി നിർത്താവേ. ജനം അങ്ങയുടെ അതിനെ വചനം അങ്ങയുടെ അടിയൻ അങ്ങയുടെ ബലങ്ങ അടിയനെ കർത്താവെ അങ്ങയുടെ ശ്രേഷ്ഠ കൃപകളുടെ നിറവിൽ കർത്താവെ തൻ്റെ ജനത്തെ കർത്താവ് നയിക്കുവാൻ അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അങ്ങയുടെ വചനം ലളിതമായി തൻ്റെ ജനത്തിൽ എത്തിക്കുക മാത്രമല്ല കർത്താവ് കേൾക്കുന്ന വചനം അനേകരുടെ ജീവിതത്തിൽ ക്രിയ ചെയ്യുവാനും ബലപ്പെടുത്തുവാനും ശക്തീകരിക്കാനും അത് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അങ്ങയുടെ കൃപയും സാന്നിധ്യം അടിയങ്ങളുടെ എല്ലാ പ്രവർത്തനത്തിലും കൂടുണ്ടായിരുന്നു വഴി നടത്തണമെന്ന് യേശു സാക്ഷിക്കുന്നു പിതാവോ കേൾക്കണമേ. ദൈവത്തിൻ്റെ പൊന്നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ ജീവിതയാത്രയിൽ പലപ്പോഴും നാം ദൈവത്തിൻ്റെ വിളി കേൾക്കുന്നവരാണ്. ദൈവം നമ്മളെ വ്യത്യസ്തമായ സാഹചര്യങ്ങളിലായിരിക്കും വിളിക്കുവാൻ ഇടയാകുന്നത്. ആ വിളിക്ക് യോഗ്യവണ്ണം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ എന്തു മാറ്റം വരുത്തുവാൻ കഴിയുമെന്നും എപ്രകാരം വിളിയെ പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് അനുസരിച്ച് നമ്മുടെ ജീവിതയാത്രയിൽ മുൻപോട്ട് പോകുവാൻ കഴിയുമെന്നൊന്നും പലപ്പോഴും നാം ചിന്തിക്കാതെയാണ് പോകുന്നത്. ചിലപ്പോൾ ഒരു കൺവെൻഷൻ പ്രസംഗത്തിലായിരിക്കും, അല്ലെങ്കിൽ ദേവാലയത്തിലെ ഒരു പ്രസംഗത്തിലായിരിക്കും, എവിടെയുമായിക്കൊള്ളട്ടെ. ചിലപ്പോൾ നാം ഒരു പ്രാർത്ഥനാ കൂട്ടത്തിൽ കടന്നുപോയി അവിടെയായിരിക്കും അത് കേൾക്കുവാനിടയാകുന്നത്. ദൈവം ഇന്ന സാഹചര്യത്തിൽ ഇപ്രകാരം വിളിക്കുമെന്ന് നമ്മോട് ആരും പറഞ്ഞിട്ടില്ല. പക്ഷെ ആ വിളിക്ക് യോഗ്യവണ്ണം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ മാറ്റം വരുത്തുവാൻ കഴിയുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ ജീവിതയാത്രയിൽ പലപ്പോഴും നാം ഒരു സ്തംഭിച്ച അവസ്ഥകളിൽ പോകുന്ന സാഹചര്യങ്ങളുണ്ട്. ആ സ്തംഭിച്ച അവസ്ഥയിൽ നിന്ന് വിടുവിക്കത്തക്കോണം നമ്മുടെ കൂടെ നടന്ന് നമ്മളെ വിടുവിക്കുവാൻ ശക്തനായ കർത്താവ് നമ്മോടൊപ്പം ഉണ്ടെന്ന് എത്രമാത്രം നാം ചിന്തിക്കാറുണ്ടെന്നൊന്ന് മനസ്സിലാക്കണം. നമ്മുടെ വചനം വായിക്കുമ്പോൾ കർത്താവിൻ്റെ അനേകമായ പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ അത്ഭുതങ്ങളും നാം നോക്കുമ്പോൾ ജീവിതത്തിൽ പ്രതിസന്ധികൾ അല്ലെങ്കിൽ സ്തംഭിച്ച അവസ്ഥയിൽ നിന്നൊക്കെ വിടുവിക്കുന്ന കാര്യങ്ങളാണ് കാണുവാൻ ഇടയാകുന്നത്. നാം അതൊരു വെറും അത്ഭുതമായിട്ട് കാണുകയാണെങ്കിൽ അതൊരു വെറും അത്ഭുതമാണ്. പക്ഷേ അതിൽ ഉള്ളടങ്ങുന്ന പല ദൈവിക മർമ്മങ്ങൾ അല്ലെങ്കിൽ ആത്മീയ മർമ്മങ്ങളെപ്പറ്റി നാം ചിന്തിക്കുകയാണെങ്കിൽ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ആ വചനത്തിൻ്റെ ആഴം മനസ്സിലാക്കുവാനുള്ള കൃപയ്ക്കായി നാം പ്രാർത്ഥിക്കുകയാണെങ്കിൽ അവിടെയാണ് കർത്താവ് നമ്മളോട് സംസാരിക്കുവാൻ ഇടയാകുന്നത്. നാം കേൾക്കുന്ന വചനം നമ്മുടെ ജീവിതത്തിൽ ആഴമായി സ്പർശിക്കണമെങ്കിൽ എപ്പോഴും നാം പ്രാർത്ഥിക്കണം, ദൈവമേ അത് പൂർണ്ണമായി ഉൾക്കൊള്ളുവാൻ എൻ്റെ ഹൃദയത്തിൻ്റെ കവാടങ്ങൾ തുറക്കണമേ. അതിൻ്റെ മർമ്മങ്ങളുടെ കാര്യങ്ങൾ കാണുവാൻ എൻ്റെ കണ്ണുകളെ തുറക്കണമേ. മായമില്ലാത്ത വചനം കേൾക്കുവാൻ എൻ്റെ ചെവികളെ തുറക്കണമേ. നാം ഒരു കൺവെൻഷൻ പ്രസംഗം അല്ലെങ്കിൽ മറ്റ് ദേവാലയത്തിൽ കടന്നു പോകുമ്പോൾ അല്ലെങ്കിൽ പ്രാർത്ഥനാ കൂട്ടത്തിൽ കടന്നു പോകുമ്പോൾ നാം സംബന്ധിക്കുവാൻ വേണ്ടി മാത്രം കടന്നു പോകുന്നെങ്കിൽ അവിടെയൊന്നും ദൈവത്തിൻ്റെ വചനം നമ്മളോട് ആഴമായി സ്പർശിക്കുവാൻ കഴിയില്ല. നാം അതിന് ഒരുക്കപ്പെട്ടവരായിരിക്കണം. ദൈവസന്നിധിയിൽ നാം കടന്നു ചെല്ലുമ്പോൾ എൻ്റെ ജീവിത സാഹചര്യങ്ങളെ ഇന്ന് എൻ്റെ സ്തംഭിച്ച അവസ്ഥയിൽ നിന്ന് വിടുവിക്കത്തക്കോണം ശക്തനായ കർത്താവിൻ്റെ വചനം എന്നെ വിടുവിക്കുവാൻ ശക്തമാണെന്ന് നാം ഒന്ന് ചിന്തിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ അവിടെ കർത്താവിൻ്റെ പ്രവർത്തനത്തിന് നാം സാക്ഷ്യം വഹിക്കുവാൻ ഇടയാകുന്നത്. ഇന്ന് ലോകമെമ്പാടും അനേകമായ അനിശ്ചിതത്തിൻ്റെ മധ്യത്തിലാണ് കടന്നു പോകുന്നത്. യുദ്ധത്തിൻ്റെ കാലത്തിൽ ഇന്ന് പലവിധ പ്രയാസങ്ങളും വേദനകളും പ്രതിസന്ധികളുടെ മധ്യത്തിലാണ് നാം കടന്നു പോകുന്നത്. പ്രത്യേകിച്ചും ഗൾഫ് രാജ്യങ്ങളെന്ന് പറയുമ്പോൾ അവിടെ വലിയ അനിശ്ചിതത്തിൻ്റെ മധ്യത്തിലാണ് കടന്നു പോകുന്നത്, സ്തംഭിച്ച അവസ്ഥയിലാണ്. പക്ഷെ കഴിഞ്ഞ കാലത്തിൽ എന്നെ വഴി നടത്തിയ കർത്താവ് ഇന്നും എന്നെ ശക്തനായി കരം പിടിച്ച് നടത്തുവാൻ കഴിയുമെന്നുള്ള വിശ്വാസം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലുണ്ടോ? നാം ചിന്തിക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ ചിന്തകളിൽ നാം കടന്നു പോകുന്ന സാഹചര്യങ്ങൾക്ക് ഒരു ഉത്തരം കാണുകയില്ലായിരിക്കും, അല്ലെങ്കിൽ അതിനൊരു പ്രതിവിധി കാണുവാൻ കഴിയുകയില്ലായിരിക്കും. പക്ഷേ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ നമ്മെ കാണുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ നിന്ന് വിടുവിക്കുക മാത്രമല്ല,
ആ പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ട് അതിനെ മറികടക്കത്തക്കവണ്ണം എന്നെ ശക്തനാക്കുന്ന കർത്താവ് കൂടെ ഉണ്ടെന്നൊന്ന് വിശ്വസിക്കണം. ഇന്ന് അല്പസമയം നിങ്ങളോടൊപ്പം ധ്യാനിക്കുവാൻ ആഗ്രഹിക്കുന്നത്, നമുക്കൊക്കെ വ്യക്തമായും അനേകമായി വർഷങ്ങളായി കേൾക്കുന്നതും അത് സൺഡേ സ്കൂളായാലും ചിലപ്പോൾ പ്രാർത്ഥനാ കൂട്ടങ്ങളായാലും കൺവെൻഷനിലൊക്കെ കേട്ടിരിക്കുന്ന നമുക്കൊക്കെ സുപരിചിതമായ ഒരു കാര്യമാണ് 38 വർഷമായി പക്ഷപാത രോഗിയായി കിടന്ന ഒരു വ്യക്തിയുടെ സൗഖ്യം. പക്ഷെ അത് യഥാർത്ഥത്തിൽ നാം ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നമ്മെ കാണുവാൻ ഇടയാകുന്നുണ്ടോ എന്നൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 5:8 ഇപ്രകാരമാണ് പറയുന്നത്, യേശു അവനോട് എഴുന്നേറ്റ് നിന്റെ കിടക്കയെടുത്ത് നടക്കുക എന്ന് പറഞ്ഞു. അവിടെ നാം അത് വ്യക്തമായൊരു കാര്യം മനസ്സിലാക്കുകയാണെങ്കിൽ കർത്താവ് അവനെ സൗഖ്യമാക്കിയെന്നോ ഒരു വാക്ക് പറയുന്നില്ല. കർത്താവ് ആദ്യം ചോദിക്കുന്നുണ്ട്, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന്. പക്ഷെ അതിൻ്റെ ഒക്കെ പ്രതികരണം കഴിഞ്ഞ് കർത്താവ് അവനോട് പറയുന്നത്, നിൻ്റെ കിടക്കയെടുത്ത് നടക്കുക. എൻ്റെയും നിങ്ങളുടെയും ജീവിത സാഹചര്യങ്ങളിൽ ഇന്ന് നാം അപ്രകാരം ഒരു സാഹചര്യത്തിലായിരിക്കും കടന്നു പോകുന്നത്. നമ്മെ തളർത്തിയിട്ടിരിക്കുന്ന, നമുക്ക് മുൻപോട്ട് പോകുവാൻ കഴിയാത്ത വിധമുള്ള പ്രതിസന്ധികൾ നമ്മെ തളർത്തി ഇടുമ്പോൾ ആ തളർച്ചയിൽ നിന്ന് അതിജീവിക്കുവാൻ, അതിൽ നിന്ന് കരകയറുവാൻ നമ്മെ ഈ സമയത്ത് കർത്താവ് നമ്മളോട് പറയുന്നത്, നിന്നെ തളർത്തിയിട്ടിരിക്കുന്ന എന്തായാലും, നിന്നെ സ്തംഭിച്ചിട്ടിരിക്കുന്ന എന്തായാലും അത് വഹിച്ചു കൊണ്ടൊന്നും മുന്നേറുവാൻ നീ എഴുന്നേൽക്കുവാൻ കഴിയുമോ എന്നാണ്. അതാണ് നാം ചിന്തിക്കേണ്ടത്. ഇന്ന് നമ്മെ തളർത്തിയിട്ടിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മെ സ്തംഭിതമായ സാഹചര്യത്തിൽ നിന്ന് കടത്തിവിടുന്ന സാഹചര്യങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, അതിനെ വഹിച്ചുകൊണ്ട് നമുക്ക് മുന്നേറുവാൻ ഈ സമയത്ത് നമ്മളോട് കർത്താവ് പറയുന്നത്. അതിൻ്റെ പശ്ചാത്തലം നാം നോക്കുകയാണെങ്കിൽ ആദ്യത്തെ ചില വാക്യങ്ങൾ, യെരൂശലേമിലെ ഒരാട്ടുവതിക്കൽ ബെഥസ്ദാ കുളക്കര എന്ന് പറഞ്ഞൊരു കുളക്കര, അതിൻ്റെ ചുറ്റുമാണ് ഇവർ കിടക്കുന്നത്. 5:3-4 വാക്യം വായിക്കുമ്പോൾ, അവിടെ കുരുടർ മുടന്തർ തളർവാദക്കാർ തുടങ്ങിയ അനേക രോഗികൾ വെള്ളം കലങ്ങുന്നത് കാത്തുകൊണ്ട് കിടന്നിരുന്നു. ചില സമയങ്ങളിൽ ഒരു ദൂതൻ കുളത്തിലിറങ്ങി വെള്ളം കലക്കും. വെള്ളം കലങ്ങിയ ശേഷം ആദ്യം ഇറങ്ങുന്നവൻ ഏത് വ്യാധി പിടിച്ചവനായാലും അവന് സൗഖ്യം വരും. വചനത്തിൽ നോക്കുകയാണെങ്കിൽ 3 വ്യത്യസ്തമായ അസ്വസ്ഥതകളുള്ള കാര്യങ്ങളാണ് ആദ്യം പറയുന്നത്. കുരുടർ, മുടന്തർ, തളർവാദക്കാർ, പിന്നെ തുടങ്ങിയ അനേക രോഗികൾ അവിടെ ഉണ്ടായിരുന്നു. ഈ 3 വ്യത്യസ്തമായ രോഗികളെ പറ്റി നാം ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ അവർക്ക് പരസഹായമില്ലാതെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ഒരു കുരുടന് ചില കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ അവിടെ ഒരു പരസഹായത്തിൻ്റെ ഒരു മുടന്തനൊന്നും എഴുന്നേറ്റ് മുമ്പോട്ട് പോകണമെങ്കിൽ പക്ഷപാതക്കാരനുമാണ്. അതായത് ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ, അതായത് നമ്മെ സ്തംഭിപ്പിച്ചെടുക്കുന്ന 3 വ്യത്യസ്തമായ കാര്യങ്ങളാണ് കുരുടർ, മുടന്തർ, പക്ഷപാതക്കാർ. ഇന്ന് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ചിലപ്പോൾ നാം അങ്ങനെയായിരിക്കും കടന്നു പോകുന്നത്. നമുക്ക് കാഴ്ചയുണ്ടായിരിക്കും, പക്ഷേ ആത്മീയ കുരുടതയിലാണോ നാം കടന്നു പോകുന്നത്? നമുക്ക് നടക്കുവാനുള്ള കേൾപ്പുണ്ടായിരിക്കും, പക്ഷേ യഥാർത്ഥത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന പാതയിലാണോ നാം നടക്കുന്നത്? അതിനെക്കാട്ടി ഉപരി നമ്മെ വിളിച്ചിരിക്കുന്ന വിളിക്കൊത്തവണ്ണം നമുക്ക് പ്രവർത്തിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ നാം ഇന്നൊരു സ്തംഭിച്ച അവസ്ഥയിലാണ്, ആത്മീയ സ്തംഭിച്ച അവസ്ഥയിലാണ് കടന്നു പോകുന്നത്. നമ്മെ വിളിച്ചിരിക്കുന്നവൻ ആരാണെന്ന് നമുക്കൊന്ന് ആദ്യം മനസ്സിലാക്കണം. എല്ലാത്തിനെയും ജയിച്ചവനും ഈ ലോകത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ജയിച്ചു മരണത്തെ ജയിച്ച കർത്താവാണ് എന്നെയും നിങ്ങളെയും ദൈവത്തിൻ്റെ മഹത്വ പ്രവർത്തനത്തിനായി വിളിച്ചിരിക്കുന്നത്. നാം ചിന്തിക്കുക, എവിടെയാണ് വിളിച്ചിരിക്കുന്നത്? വചനത്തിൽ വ്യക്തമായി ഒരു ക്രിസ്ത്യാനി എന്ന് പറയുമ്പോൾ വിളിക്കപ്പെട്ടവനാണ്. ആ വിളി എന്ന് പറയുമ്പോൾ കർത്താവിൻ്റെ വചനം, കർത്താവിൻ്റെ സാക്ഷ്യം ലോകത്തിൻ്റെ അറ്റത്തോളം ഇരുൾ നിറഞ്ഞ പാതയിൽ കടന്നു പോകുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ പ്രകാശം പകരത്തക്കോണം വിളിക്കപ്പെട്ടവരാണ് ഓരോ ക്രിസ്ത്യാനികളും. നാം ചിന്തിക്കും, വിളിക്കപ്പെട്ടെന്ന് പറയുമ്പോൾ കർത്താവിൻ്റെ വേല അല്ലെങ്കിൽ കർത്താവിൻ്റെ പ്രസംഗം, കർത്താവിൻ്റെ വചസ്സുകൾ പ്രഖ്യാപിക്കുന്നവർ മാത്രമല്ല. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, നമ്മെ ഓരോരുത്തരെയും കർത്താവ് വിളിച്ചിട്ടുണ്ട്. പക്ഷേ ആ കർത്താവിൻ്റെ വിളിക്ക് യോഗ്യവണ്ണം ഞാൻ ചിന്തിക്കുന്നുണ്ടോ, പ്രവർത്തിക്കുന്നുണ്ടോ എന്നൊന്ന് മനസ്സിലാക്കണം.
നാം ചിന്തിക്കും നമുക്കതിനുള്ള യോഗ്യതയില്ല, എന്നെ യോഗ്യനാക്കുന്ന കർത്താവ് മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായെന്ന് പൗലോസ്ലീഹ പറയുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ നമ്മെ യോഗ്യനാക്കുന്ന കർത്താവ് നമ്മോട് കൂടെ ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ കാൽച്ചുവട് വെക്കാൻ നാം സന്നദ്ധരായിത്തീരണം. ആത്മീയ കുരുടതയിൽ നിന്ന് മാറുവാൻ നാം മുമ്പോട്ട് വരണം. നമ്മുടെ ബന്ധിതമായ സാഹചര്യങ്ങളിൽ നിന്ന് അതിനെ അതിജീവിക്കുവാൻ നാം കാൽച്ചുവടുകൾ വെക്കണം. ഇവിടെ അതാണ് കർത്താവ്, നിന്റെ കിടക്കയെടുത്ത് നടക്കുക. നിന്നെ ഈ വർഷങ്ങൾ അത്രയും തളർത്തിയിട്ട നിന്റെ കിടക്കയെടുത്ത് ലോകത്തിൻ്റെ മുൻപിൽ എന്നെ ശക്തനാക്കുന്ന കർത്താവിനെ വിടുവിച്ചെന്ന് പറയത്തക്കോണം. അവിടെയാണ് യഥാർത്ഥമായ സാക്ഷ്യം ഉളവാകുന്നത്. നമ്മുടെ സാക്ഷ്യം എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിത സാക്ഷ്യമായിരിക്കും. എന്നെയും നിങ്ങളെയും അറിയുന്ന ജനമധ്യത്തിൽ ഒരു വേറിട്ട മാറ്റമുള്ള ജീവിതം നയിക്കുമ്പോഴാണ്, വേദനകളുടെ താഴ്വരയിൽ കർത്താവിൻ്റെ പ്രത്യാശയോട് ജീവിക്കുമ്പോഴാണ്, അവിടെയാണ് മറ്റുള്ളവർ നമ്മുടെ ജീവിത സാക്ഷ്യം മനസ്സിലാക്കുവാൻ ഇടയാകുന്നത്. നമ്മളെ തളർത്തുവാൻ ഒന്നിനും കഴിയുകയില്ലെന്ന് അപ്പോൾ ജനത്തിന് മനസ്സിലാക്കുവാൻ കഴിയും. അതാണോ എൻ്റെയും നിങ്ങളുടെയും ജീവിതം ഇന്ന്? അതോ ഒരു പ്രതിസന്ധി കടന്നു വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എല്ലാം മറന്ന് ആ നിമിഷം വരെ ശക്തനായി നമ്മെ വിടുവിച്ച കർത്താവ്, കരം പിടിച്ച് നടത്തിയ കർത്താവിനെ മറന്നുള്ള ജീവിതമാണോ നാം ജീവിക്കുന്നത്? 5:5 വായിക്കുമ്പോൾ, എന്നാൽ 38 വർഷമായി രോഗം ബാധിച്ചിരുന്ന ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. രോഗം ബാധിച്ച ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. 38 വർഷം എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഏറെ പങ്കാണ് 38 വർഷം. ആ 38 വർഷമായി അവൻ്റെ ജീവിതത്തിൽ ഒരു ഏക ലക്ഷ്യം മാത്രമായിരുന്നു. എന്താണ് ലക്ഷ്യം? ആ വെള്ളം കലങ്ങുമ്പോൾ അതിലേക്ക് ചാടി സൗഖ്യം പ്രാപിക്കാൻ. ജീവിതത്തിൽ ഒരു സൗഖ്യത്തിന് വേണ്ടി 38 വർഷമായി കാത്തിരിക്കുന്ന ഒരു വ്യക്തി. അപ്രകാരം അനേകർ അവിടെ കാണും, വർഷങ്ങളായി അവിടെ കാത്തിരിക്കുന്ന വ്യക്തി. പക്ഷേ ഇവിടെ നാം ഒരു കാര്യം മനസ്സിലാക്കണം. ഇന്ന് എൻ്റെയും നിങ്ങളുടെയും ആയുസ്സിൽ നമ്മളെ ഈ നാളുകൾ അത്രയും വഴി നടത്തിയ കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്നവരാണോ ഞാനും നിങ്ങളും? അതോ ലോകപ്രകാരം ജീവിക്കുന്നോ? കർത്താവിൻ്റെ 2ാം വരവിനായി കാത്തിരിക്കത്തക്കോണം. കർത്താവ് കടന്നു വരുമ്പോൾ ആ കർത്താവ് നമ്മെ കണ്ട് കർത്താവിനോടൊപ്പം ചേർക്കുവാൻ നാം സന്നദ്ധരായാണോ ജീവിക്കുന്നത്? 38 വർഷം പക്ഷപാതം പിടിച്ച് ആ ബെഥസ്ദ കുളക്കരയിൽ ഒരു സൗഖ്യത്തിനായി കാത്തിരുന്നവൻ്റെ ജീവിതത്തിൽ ഒരു നിമിഷം കൊണ്ടാണ് സൗഖ്യം ലഭ്യമാകുന്നത്. വെള്ളത്തിൽ ചാടാതെ കർത്താവിൻ്റെ വിളിക്ക് കർത്താവ് അവനെ കോരിയെടുക്കുന്നതായിട്ടാണ് നാം കാണുന്നത്. അപ്രകാരം ഈ യാത്രയിൽ, ഈ ലോകത്തിൻ്റെ കെടുതിയിൽ, ഈ ലോകത്തിൻ്റെ അനേകരുടെ മധ്യത്തിൽ എന്നെയും നിങ്ങളെയും കാണുവാൻ കർത്താവ് സാധ്യമാകണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അപ്രകാരം കർത്താവുമായിട്ടൊരു ബന്ധത്തിലേക്ക് ഉയരണം. 38 വർഷം വേദനകളുടെ താഴ്വരയിൽ കടന്നുപോയ, 38 വർഷം ആരും സഹായിക്കുവാനില്ലാതെ കടന്നുപോയ ഒരു വ്യക്തിയെ കർത്താവ് വീണ്ടെടുക്കുന്നതായിട്ടാണ് നാം കാണുന്നത്. അതിൻ്റെ 6ാം വാക്യം വായിക്കുമ്പോൾ, അവൻ കിടക്കുന്നത് യേശു കണ്ടു. അവൻ ഇങ്ങനെ വളരെ കാലമായി കിടക്കുന്നു എന്ന് മനസ്സിലാക്കി. അവൻ ഇവിടെ വളരെ കാലമായി കിടക്കുന്നെന്ന് മനസ്സിലാക്കി. സൗഖ്യം പ്രാപിക്കുവാൻ നിനക്ക് ആഗ്രഹമുണ്ടോ എന്ന് അവനോട് ചോദിച്ചു. നാം ഒന്ന് ചിന്തിക്കുക, എന്തു വിരോധാഭാസമായൊരു ചോദ്യമാണ്. 38 വർഷമായി സൗഖ്യത്തിനായി കാത്തിരിക്കുന്ന ആ ബെഥസ്ദ കുളരയിൽ 38 വർഷമായി ഒരു സൗഖ്യത്തിനായി കാത്തിരിക്കുന്നവനോടെയാണ് ചോദിക്കുന്നത്, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? ഇന്ന് ഈ സമയത്ത് കർത്താവ് നമ്മോട് ചോദിക്കുന്നൊരു ചോദ്യമാണ്, നീ വീണ്ടെടുക്കപ്പെട്ടവനായി ജീവിക്കുവാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? നിത്യത്തിലേക്ക് കടന്നു വരാൻ നിനക്ക് ആഗ്രഹമുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ് ഈ സമയത്ത് നമ്മോട് ചോദിക്കുന്നത്. നാം നമ്മുടെ ആയുസ് അനുസരിച്ച് 60, 70, 80 വർഷമായി കാണും. നാം ദേവാലയങ്ങളിൽ നിരന്തരമായി കടന്നു പോകുന്നവരായിരിക്കും. പ്രാർത്ഥനാ കൂട്ടങ്ങളിലും പ്രാർത്ഥനാ ശുശ്രൂഷകളും മറ്റ് ദൈവികമായ പ്രവർത്തനങ്ങളിലൊക്കെ കൈത്താന്ന് നൽകുകയും അതിലൊക്കെ സംബന്ധിക്കുന്നവരുമായിരിക്കും. പക്ഷേ ഇന്ന് നമ്മുടെ ജീവിതം ആ 38 വർഷമായി ആ കുളക്കരയിൽ സ്തംഭിതമായ ജീവിതമാണോ എന്നൊന്ന്, ആത്മീയ ജീവിതം ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതിൽ നിന്ന് വിടുവിക്കത്തക്കോണം ഈ സമയത്ത് കർത്താവ് നമ്മളോട് ചോദിക്കുന്നത്, അതിൽ നിന്നൊരു വിടുതൽ നിനക്ക് ആവശ്യമുണ്ടോ? അതിൽ നിന്ന് കോരിയെടുക്കത്തക്കോണം എൻ്റെ കരം പ്രവർത്തിക്കുവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. എനിക്കും നിങ്ങൾക്കും വേണ്ടി യാഗമായി, ക്രൂശിന്മേൽ യാഗമായി തൻ്റെ ചോര ചിന്തി നമ്മെ വീണ്ടെടുത്ത, നമ്മുടെ വിലയ്ക്ക് വേണ്ടി മറുവിലയായ സ്വയം ജീവൻ നൽകിയ കർത്താവാണ് നമ്മളോട് ചോദിക്കുന്നത്. വേറെ ഒന്നുമില്ല, ഒറ്റ ചോദ്യം മാത്രമുള്ള, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന്.
പക്ഷെ അവിടെ നാം നോക്കുമ്പോൾ അവൻ്റെ പ്രതികരണം വ്യത്യസ്തമാണ്. അതിൻ്റെ 7-ാം വാക്യം വായിക്കുമ്പോൾ രോഗി അവനോട് യജമാനനെ വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിലിറക്കുവാൻ എനിക്ക് ആരുമില്ല. ഞാൻ ചെല്ലുമ്പോഴേക്കും മറ്റൊരുവൻ എനിക്ക് മുമ്പായി ഇറങ്ങും എന്നുത്തരം പറഞ്ഞു. 38 വർഷമായി ആ കുളക്കരയിൽ ഒരു ആഗ്രഹം മാത്രം, ആരെങ്കിലും എന്നോടൊന്ന് മനസ്സലിവുണ്ടായി എന്നെ ആ കുളത്തിലേക്ക് ഇറക്കണം. ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, കുളം എപ്പോഴാണ് കലങ്ങുന്നതെന്ന് ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. ചില സമയങ്ങളിൽ അതെപ്പോഴും ദിവസത്തിൽ 1 പ്രാവശ്യമാണോ 2 പ്രാവശ്യമാണോ ഒന്നും പറയുന്നില്ല. ചില സമയങ്ങൾ അപ്പോൾ ഉറക്കം പോലും ഇല്ലാതെ ആയിരിക്കണം അവരവരുടെ ജീവിതം അവിടെ ഉണ്ടാകുന്നത്. കാരണം കലങ്ങുമ്പോൾ എടുത്ത് ചാടണം, അല്ലെങ്കിൽ സൗഖ്യം പ്രാപിക്കുവാൻ കഴിയുകയില്ല. നമുക്കപ്രകാരം നമ്മുടെ കർത്താവിൻ്റെ 2-ാം വരവിനായി ഒരുക്കപ്പെട്ട ജീവിതം നയിക്കുവാൻ കഴിയുന്നുണ്ടോ? അവിടെ ആ ദൂതൻ വെള്ളം കലങ്ങുന്ന കാത്തിരിക്കുന്ന ജനത്തിനെ പോലെ, അസ്വസ്ഥയിൽ അനാരോഗ്യത്തിൽ കടന്നു പോകുന്ന ജനത്തിനെ പോലെ കർത്താവിൻ്റെ 2-ാം വരവിനായി നമുക്ക് നോക്കിപ്പാർക്കുവാൻ കഴിയുന്നുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ ഇന്ന് എന്താണ് നമ്മുടെ ലക്ഷ്യം? കർത്താവിൻ്റെ 2-ാം വരവിൽ കർത്താവിനോടൊപ്പം കർത്താവിൻ്റെ സന്നിധിയിൽ വസിക്കത്തക്കോണമുള്ള ആഗ്രഹമാണോ? അതോ ലോകത്തിൻ്റെ പല കാര്യങ്ങൾ നേടുവാനാണോ നാം ഇന്ന് ഓട്ടം ഓടുന്നത്, നാം കാത്തിരിക്കുന്നത്? എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, അവിടെ ഒറ്റ കാര്യമേ ഉള്ളൂ കർത്താവ് പിന്നെ പറയുന്നത്. കർത്താവ് അതിൻ്റെ 8-ൽ പറയുന്നത് എന്താണ്? എഴുന്നേറ്റ് നിൻ്റെ കിടക്കയെടുത്ത് നടക്കുക. ഈ സമയത്ത് കർത്താവ് നമ്മളോട് പറയുന്നത്, നിൻ്റെ വേദനയുടെ പ്രതിസന്ധി എന്തുമായിക്കൊള്ളട്ടെ, നിന്നെ വിടുവിക്കത്തക്കണം ഞാൻ ശക്തനാണെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് നമ്മെ സ്തംഭിതമാക്കിയിരിക്കുന്ന ആ പ്രതിസന്ധിയിൽ നിന്ന് വിടുവിക്കത്തക്കണം കർത്താവ് നമ്മോട് കൂടെയുണ്ട്. കർത്താവ് അവിടെ അവനോട് പറയുന്നില്ല നീ സൗഖ്യമായി നിൻ്റെ കിടക്കയെടുത്ത് നടക്കുക എന്ന്. അവിടെ പറയുന്നത് നിൻ്റെ കിടക്കയെടുത്ത് നടക്കുക എന്ന് മാത്രമാണ്. ഈ സമയത്ത് കർത്താവ് നമ്മളോട് പറയുകയാണെങ്കിൽ, നിൻ്റെ ജീവിതത്തിൽ നിന്നെ സ്തംഭിപ്പിച്ച് കിടത്തിയിരിക്കുന്ന എന്ത് കാര്യമാണെങ്കിലും അതെടുത്ത് നടക്കുവാൻ പറഞ്ഞാൽ നാം ആദ്യം കർത്താവിനോട്, കർത്താവ് അതിനെനിക്കൊരു ബലം താ, എന്നാലല്ലേ എനിക്ക് നടക്കാൻ കഴിയുകയുള്ളെന്നായിരിക്കും നമ്മുടെ ചിന്ത വരുന്നത്. പക്ഷേ ഇവിടെ അവിടുത്തെ ആ വ്യക്തിയുടെ പ്രതികരണമാണ് നാം ചിന്തിക്കേണ്ടത്. അതിൻ്റെ 9-ാം വാക്യം വായിക്കുമ്പോൾ, ഉടനെ ആ മനുഷ്യൻ സൗഖ്യം പ്രാപിച്ച് അവൻ കിടക്കയെടുത്ത് നടന്നു. എന്നാൽ അന്ന് ശബത്തായിരുന്നെന്ന് പറയുവാൻ വ്യക്തമായി അവിടെ പറയുന്നത്, ശബത്തിൽ അവർ ഒരു പ്രവർത്തനവും ചെയ്യാൻ പാടില്ല. അത് ശബത്തിൻ്റെ ലംഘനമാണ്. പക്ഷേ അവനോട് ആരാണ് പറഞ്ഞത് നിൻ്റെ കിടക്കയെടുത്ത് നടക്കുക? ജീവൻ്റെ മേൽ അധികാരമുള്ള, എല്ലാ സൃഷ്ടികളുടെ മേലും അധികാരമുള്ള കർത്താവാണ് അവനോട് പറഞ്ഞത് നിൻ്റെ കിടക്കയെടുത്ത് നടക്കുക. ലംഘനങ്ങളെ മറികടക്കത്തക്കോണം, ബന്ധനങ്ങളെ തകർക്കത്തക്കോണമായിരിക്കുന്ന എൻ്റെ കർത്താവ് നമ്മളോടൊരു കാര്യം പറയുവാണെങ്കിൽ നമുക്കത് പൂർണ്ണമായി അനുസരിക്കുവാൻ കഴിയണം. അവിടെ അവൻ കിടക്കയെടുത്ത് നടക്കുക മാത്രമല്ല, അവിടെ പറയുന്നതെന്ന് ആ ക്ഷണത്തിൽ അവന് സൗഖ്യം പ്രാപിച്ചെന്നാണ് പറയുന്നത്. കർത്താവ് അവന് സൗഖ്യം പ്രാപിക്കാൻ പറഞ്ഞിട്ടില്ല, കിടക്കയെടുത്ത് നടക്കാനാണ് പറഞ്ഞത്. നിന്നെ ഈ 38 വർഷമായി ചുമന്ന, നിൻ്റെ ജീവിതം സ്തംഭിതമാക്കിയ ആ കാര്യത്തിനെ നീ ഇന്ന് എടുത്ത് നടക്കാൻ, അതായത് അതിനെ അതിജീവിക്കത്തക്കോണമുള്ള ശ്രേഷ്ഠ കൃപയാണ് അവിടെ നൽകുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഇന്ന് നാം ആഗ്രഹിക്കുന്നില്ലയോ? പ്രത്യേകിച്ചും ഇന്ന് ഈ കാലയളവിൽ ഗൾഫ് രാജ്യങ്ങളിലായിരിക്കുന്ന അനേകരുടെ ജീവിതത്തിൽ അനിശ്ചിതത്വത്തിൻ്റെ മധ്യത്തിൽ കടന്നു പോകുമ്പോൾ, അനിശ്ചിതത്വ മധ്യത്തിൽ നിന്നെ സ്തംഭിതമാക്കുന്ന എന്തെങ്കിലും ഭാരങ്ങളും പ്രയാസങ്ങളും ഉണ്ടെങ്കിൽ, പ്രിയ സഹോദര സഹോദരി, അത് വഹിച്ചുകൊണ്ട് മുന്നേറുവാനാണ് നമ്മോട് പറയുന്നത്. എത്ര വർഷമായിക്കൊള്ളട്ടെ, 38 വർഷം കഴിഞ്ഞ് ആ വ്യക്തി എഴുന്നേറ്റ് നടക്കുക എന്ന് പറയുമ്പോൾ ഒരു ഭയമില്ലാതെ തന്നെ വിളിച്ച, തന്നോട് പറഞ്ഞിരിക്കുന്ന ശബ്ദം ആരെന്നുള്ള പൂർണ്ണ ബോധ്യത്തോടു കൂടെ ആയിരിക്കും ആ വ്യക്തി അപ്പോൾ എഴുന്നേറ്റ് അത് പൂർണ്ണമായി അനുസരിക്കുന്നത്. ഒരു കാര്യം കൂടെ ഞാൻ പറയുവാനായിരിക്കും, യോഹന്നാൻ്റെ സുവിശേഷം 9:6-7 പറയുന്ന ഒരു കാര്യം കൂടെ. ഇങ്ങനെ പറഞ്ഞ ശേഷം അവൻ നിലത്ത് തുപ്പി തുപ്പൽ കൊണ്ട് ചെളിയുണ്ടാക്കി
ആ ചെളി അവന്റെ കണ്ണുകളിന്മേൽ പുരട്ടി നീ ചെന്ന് ശിലോഹാം കുളത്തിൽ കഴുകുക എന്ന് അവനോട് പറഞ്ഞു. ശിലോഹാം എന്നതിന് അയക്കപ്പെട്ടവൻ എന്നർത്ഥം. അവൻ പോയി കഴുകി കാഴ്ച പ്രാപിച്ചവനായി മടങ്ങി വന്നു. ഒരു ജന്മനാൽ അന്ധനായ അവൻ്റെ ജീവിതത്തിലെ പ്രവർത്തനമാണ് നാം ഇവിടെ വായിച്ചത്. ജന്മനാൽ അന്ധനായി അവിടെ ഭിക്ഷ യാചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയോട് അവനോട് പറയുന്നത്, നീ ശിലോഹ കുളത്തിൽ പോയി അവൻ കഴുകണമെന്ന്. അത്ര വിരോധാഭാസമായൊരു കാര്യമാണ്. അവനോട് കൂടെ ആരെങ്കിലും ഉണ്ടെന്ന് നമ്മൾ അവിടെ കേൾക്കുന്നില്ല, മനസ്സിലാക്കുന്നില്ല. ഉണ്ടായിരിക്കാം, ഉണ്ടാകാതിരിക്കാനും സാധ്യതയുണ്ട്. ഇല്ലാത്ത സാധ്യതയെപ്പറ്റി ചിന്തിക്കാം. അവനറിയാമായിരിക്കും ശിലോഹ കുളക്കരം എവിടെയാണെന്ന്. പക്ഷേ അവിടേക്ക് കടന്ന് എന്ന് കണ്ണ് കഴുകുമ്പോൾ അവന് കാഴ്ച പ്രാപിക്കുമെന്ന് പറയുന്നില്ല. അവിടെ പറയുന്നത് ചെളിയുണ്ടാക്കി ചെളി എൻ്റെ കണ്ണിൽ പറഞ്ഞ് ശിലോഹ കുളത്തിൽ കഴുകുക, അത്രമാത്രം. പൂർണ്ണ അനുസരണം, പൂർണ്ണ വിധേയത്വം, മാറ്റത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന, ജീവിതത്തിൽ ഒരു മാറ്റത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന അവസ്ഥ. ഇന്ന് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ അപ്രകാരം ഒരു മാറ്റത്തിന് വേണ്ടി നാം ആഗ്രഹിക്കുന്നുണ്ടോ? തന്മൂലം അതിൻ്റെ 9-8 വാക്യം വായിക്കുമ്പോൾ നാം മനസ്സിലാക്കുന്നത്, അയൽക്കാരും അവനെ മുമ്പ് യാചകനായി കണ്ടിട്ടുള്ളവരും ഇവനല്ലയോ അവിടെ ഇരുന്ന് ഭിക്ഷ യാചിച്ചവൻ എന്ന് പറഞ്ഞു. ഒരു സാക്ഷ്യത്തിൻ്റെ ആരംഭമാണ്. നാം ആദ്യം കാണുമ്പോൾ 38 വർഷമായി ഒന്നും ചെയ്യുവാൻ കഴിയാതെ കടന്ന ഒരു വ്യക്തിയുടെ സാക്ഷ്യം. ഇവിടെ ജന്മനാൽ അന്ധതയിൽ ജീവിച്ച ഒരു വ്യക്തിയുടെ സാക്ഷ്യം. രണ്ടുപേരും ഒരു കാര്യം മാത്രമാണ് കർത്താവ് അവരോട് പറഞ്ഞത് പൂർണ്ണമായി അനുസരിച്ചു. ഒരുവനോട് പറഞ്ഞത് നീ കിടക്കെടുത്ത് നടക്കുക. ഒരു മാറ്റത്തിന് വേണ്ടി ഈ സമയത്ത് കർത്താവ് നമ്മളോട് പറയുന്നത്, നിൻ്റെ ജീവിത സാഹചര്യത്തിൽ നിന്നൊരു മാറ്റം ആവശ്യമുണ്ടെങ്കിൽ, നീ കടന്നു പോകുന്ന സ്തംഭിച്ച അവസ്ഥ അല്ലെങ്കിൽ കുരുടൻ്റെ അവസ്ഥയിൽ നിന്നൊരു മാറ്റം ആവശ്യമുണ്ടെങ്കിൽ, എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, നിൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റത്തിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ, കർത്താവിനെ പൂർണ്ണമായി ഉൾക്കൊള്ളുവാൻ, കർത്താവിനെ പൂർണ്ണമായി സ്വീകരിക്കുവാൻ, കർത്താവിനെ പൂർണ്ണമായി അനുസരിക്കുവാൻ നാം പഠിക്കണം. അപ്പോഴാണ് ആ മാറ്റം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. അതിനൊരു തീരുമാനത്തിൻ്റെ ആവശ്യമുണ്ട്. എനിക്കൊരു മാറ്റം വേണമെന്നൊരു തീരുമാനത്തിൻ്റെ ആവശ്യമുണ്ട്. അല്ലെങ്കിൽ ആ 38 വർഷമല്ല, ചിലപ്പോൾ ഇനി എത്രയോ വർഷം ആ കുളക്കരയിൽ കിടക്കുവാൻ സാധ്യതയുണ്ട്. അവനോട് ആ കിടക്കെടുത്ത് നടക്കുവാൻ പറയുമ്പോൾ അവൻ തിരിച്ചു പറയുകയാണെങ്കിൽ, കർത്താവെ എനിക്ക് എണ്ണിക്കാൻ പോലും കഴിയുന്നില്ല, പിന്നെ എങ്ങനെയാണ് കിടക്കെടുത്ത് നടക്കുക എന്ന് പറയുമ്പോൾ അവിടെ ചിലപ്പോൾ ആ സംഭാഷണം നിലച്ചു പോയേനെ. ഈ കണ്ണുപൊട്ടനോട് പറയുമ്പോൾ കണ്ണുപൊട്ടൻ പറയാം, കർത്താവ് ഞാൻ എങ്ങനെയാണ് ആ ശിലോഹ കുളത്തിൽ പോയി കണ്ണ് കഴുകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ്റെ സൗഖ്യത്തിന് ഒരു സാധ്യതയും കാണുകയില്ല. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, ജീവിതത്തിൻ്റെ ഏത് തട്ടിലായിക്കൊള്ളട്ടെ, ജീവിതത്തിൻ്റെ ഏത് സാഹചര്യവുമായിക്കൊള്ളട്ടെ, ഈ സമയത്ത് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, എൻ്റെ ജീവിതത്തിൽ ദൈവം ഒരു മാറ്റം വരുത്തുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ആ മാറ്റത്തിലേക്ക് കടന്നു വരണമെങ്കിൽ കർത്താവിൻ്റെ വചനം സ്വീകരിക്കുക മാത്രമല്ല, അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് അനുസരിക്കത്തക്കോണം നാം കാൽച്ചുവടുകൾ വെക്കുമ്പോഴാണ്. ഇവിടെ രണ്ടുപേരും കാൽച്ചുവടുകൾ വെക്കുകയാണ്. ഒരുവൻ അവൻ്റെ കിടക്കെടുത്ത് നടക്കുകയാണ്, ശബത്തായിട്ട് പോലും. അത് ശബത്തിൽ എന്തെങ്കിലും പ്രവർത്തനം ചെയ്യുമ്പോൾ ശബത്തിൻ്റെ ലംഘനമാണെന്ന് മനസ്സിലാക്കിയിട്ട് പോലും ആ സാഹചര്യങ്ങളെ മറികടക്കത്തക്കോണം, ആ സാഹചര്യങ്ങളെ അതിജീവിക്കത്തക്കോണം ആ വ്യക്തിക്ക് കഴിഞ്ഞു. ഇവിടെ കണ്ണുപോട്ടൻ ആ പ്രതിസന്ധി മേഖലയിലും എൻ്റെ കർത്താവ് എന്നോട് പറഞ്ഞിരിക്കുന്നത് പൂർണ്ണമായി അനുസരിക്കത്തക്കോണം കാഴ്ചയോട് വെച്ചപ്പോൾ കാഴ്ച പ്രാപിച്ചവനായി മാറി. ആ കാഴ്ച എനിക്കും നിങ്ങൾക്കും ആവശ്യമില്ലേ? ആത്മീയ അന്ധതയിലാണ് കടന്നു പോകുന്നതെങ്കിൽ, ജീവിതത്തിൽ മുൻപോട്ട് പോകാൻ കഴിയാത്ത വിധം പ്രതിസന്ധികളിൽ നമ്മളെ തളർത്തിയിട്ട് നിൽക്കുന്ന അവസ്ഥയാണെങ്കിൽ, ഇന്ന് വിടുവിക്കത്തക്കണം കർത്താവ് നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ട്. ആ കർത്താവിൻ്റെ വിളി കേട്ട്, ആ കർത്താവിൻ്റെ ശബ്ദം കേട്ട് അനുസരണത്തോടെ കാൽച്ചോട് വെക്കുകയാണെങ്കിൽ നമ്മെ വിടുവിക്കുക മാത്രമല്ല, സൗഖ്യം നൽകി അനുഗ്രഹത്തിലേക്ക് വഴി നടത്തുവാൻ അത് മുഖാന്തരമായി തരും. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഞങ്ങളുടെ ദിവാത്സല്യമായ സ്വർഗ്ഗസ്നാഥ, ദൈവം ഇത്രത്തോളം ബലപ്പെടുത്തിയ അവൻ കൃപാൾക്കായ സ്തോത്രം കർത്താവേ. ഈ സമയത്ത് കർത്താവേ, ഞങ്ങളുടെ വചനത്തിൽ കൂടെ ഞങ്ങളുടെ അവസ്ഥ എന്തെന്ന് ഞങ്ങളെ ബോധ്യപ്പെടുത്തി അതിൽ നിന്ന് മാറ്റണമെങ്കിൽ, മാറ്റം ആവശ്യമുണ്ടെങ്കിൽ കർത്താവേ, നിന്നെ പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട്
ആ അനുസരണത്തിലേക്ക് കടന്നു വരുവാൻ ആഗ്രഹമുണ്ട് കർത്താവേ. അതിലേക്ക് ഞങ്ങളെ നയിക്കുവാൻ, ഞങ്ങളുടെ സാഹചര്യങ്ങളെ അതിജീവിച്ചുകൊണ്ട് കാൽച്ചുവടുകൾ മുന്നേറുവാൻ നീ ഞങ്ങളെ ഓരോരുത്തരെയും ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും വഴി നടത്തുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുറവുകൾ ക്ഷമിച്ച്, ഞങ്ങളുടെ ബലഹീനതകൾ ക്ഷമിച്ച് കർത്താവേ, എൻ്റെ മഹത്വത്തിനൊത്തവണ്ണം ഞങ്ങളെ വഴി നടത്തണമെന്ന് യേശു സാക്ഷിക്കുന്നു. പിതാവ് കേൾക്കണമേ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.